ചങ്ങല അത് കാണാൻ പേടിയില്ല. വളരെ സൗഹൃദ വേറെ മുഖമുള്ള ഞാനല്ലാത്ത വേറെ പക്ഷേ വളരെ സൗഹൃദമായിട്ടുണ്ടായിരുന്നു. മലപ്പുറമായിട്ട് എൻ്റെ ബന്ധം എന്ന് പറയുന്നത് പൊക്കിൾക്കൊടി ബന്ധമാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, മലപ്പുറത്തിൻ്റെ ഒരു സന്ദേശമുണ്ട്. മലപ്പുറത്തിൻ്റെ ആ പാരമ്പര്യവും സന്ദേശവും അത് മതനിരപേക്ഷതയുടേതാണ്, മാനവ സൗഹാർദ്ദത്തിൻ്റെതാണ്. ആ സംസ്കാരം മലപ്പുറത്തിന് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കൊടപ്പനക്കൽ തറവാടും ഇവിടെ പാണക്കാട്ട് ഈ കുടുംബവും അവരുടെ വലിയൊരു പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട്. കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള ഈ മലപ്പുറത്തിൻ്റെ മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറ പാകിയത് ഈ കുടുംബമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മാത്രമല്ല, അത് രാഷ്ട്രീയത്തിനപ്പുറം ഈ കേരളത്തിലെ രാജ്യത്തെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യം. രാഷ്ട്രീയത്തിനപ്പുറം എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളും എല്ലാ കാലത്തും അത് അംഗീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങാടിപ്പുറത്തെ തളി ക്ഷേത്രത്തിൻ്റെ വാതിൽ കത്തി നശിച്ച സമയത്ത് അവിടേക്ക് ആദ്യം ഓടിയെത്തുന്നത് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ശിഹാബ്ദങ്ങളാണ്. അപ്പോൾ അതൊക്കെ വളരെ അത്ഭുതത്തോടുകൂടി കണ്ടു നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിൽ ഒരു ഉയർന്ന ചിന്തയോട് കൂടിയിട്ട് മനുഷ്യർ തമ്മിൽ സഹോദരങ്ങളെ പോലെ പോകണം, മാനവ സൗഹാർദ്ദമാണ് ഏറ്റവും വലുത് എന്ന സന്ദേശം എല്ലാ കാലത്തും നൽകിയിട്ടുള്ള ഒരു കുടുംബം. ഇതിന് മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീടിനെ കണ്ടിട്ടുള്ളത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒക്കെ ഒരു പ്രകടനമാണ് ഞാൻ ഇവിടെ കണ്ടത്. അത് കേവലം ഒരു പ്രകടനപരതയ്ക്കപ്പുറം ആത്മാർത്ഥതയുടെ വലിയ ഒരു സ്നേഹം ഒരു ഇതാണ് കണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ സ്നേഹം, വലിയ സന്തോഷം, വലിയ ആശ്വാസം ഇവിടെ കടന്നു വന്നപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വരവാണ്. ഇനി തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും ഇവിടെ കടന്നു വരാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ഉണ്ട്. അധികാരം ഉണ്ടായിട്ട് എന്താ കാര്യം? അധികാരസ്ഥാനത്ത് ഇരിക്കുന്ന മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ ചെയ്യാൻ കഴിയാത്ത കാര്യം ഇവിടെ സാധിക്കൽ ശിഹാബ്ദങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് പ്രധാനം. അപ്പോൾ ആരെങ്കിലും സന്ദീപ് വാര്യർ ഇന്ന് വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്, സന്ദീപ് വാര്യർ വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. പാണക്കാട് വന്നു പോയാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. അതിൻ്റെ മെസ്സേജ് വളരെ നല്ലതുമാണ്. ആ മെസ്സേജിന് വലിയ ഇമ്പാക്റ്റും ഉണ്ടാവും. അത് സൗഹൃദത്തിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. ആ ഇമ്പാക്റ്റ് വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആ പരാമർശം, തതികലി ശിഹാബ്ദങ്ങൾ പഴയ പോലെയല്ല എന്നൊക്കെ പറഞ്ഞുള്ള പരാമർശം ദൗർഭാഗ്യകരമാണ്. അത് സമൂഹം ഉൾക്കൊള്ളാത്ത ഒന്നായിപ്പോയി. അത്തരം ഇനിയിപ്പോൾ ഒരു അധികാരസ്ഥാനത്തും വരാത്ത ഇത്തരം നല്ല പ്രവർത്തനങ്ങളുമായി നടക്കുന്ന പാണക്കാട് തങ്ങന്മാർക്ക് ഗവൺമെൻറ്റിൻ്റെയോ മുഖ്യമന്ത്രിയുടെ ആരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് തൊട്ട് ആവശ്യവുമില്ല.